അനീഷ് ഈ പ്രായത്തിലുണ്ടെങ്കിൽ കണ്ട് ട്രാഫിക് സെൻസ് കൂടുകയാണോ കുറയുകയാണോ ഇത് ഇന്ത്യക്കാർക്ക്? സെൻസിൽ കുറയുകയാണ്. പിന്നെ അങ്ങനെ 25 വർഷം കഴിഞ്ഞ് ഇതിനേക്കാൾ മോശമല്ലേ സ്ഥിതി? അല്ല, കുറച്ചുകൂടെ നമ്മുടെ അടുത്ത ജനറേഷൻ കുറച്ചുകൂടെ ഈ ജനറേഷൻ മോശമാണ്, സെൻസ് ഇല്ല ഉള്ള കാര്യം പറയാമല്ലോ. എവിടെയാണ് ഉള്ളത്? ബൈക്ക് ഓടിച്ചു പോകുന്ന പയ്യന്മാർക്ക് സെൻസ് ഉണ്ടോ? ഇല്ല. പുതുതായിട്ട് വണ്ടി ഓടിച്ചു തുടങ്ങുന്ന ആൾക്കാർക്ക് സെൻസ് ഉണ്ടോ? ഇല്ല. ആരെ ഇവരെ സെൻസ് പഠിപ്പിക്കുന്നത്? ശരി, നമ്മൾ തന്നെ പഠിപ്പിക്കണ്ട. ആരെ പഠിപ്പിക്കുന്നത്? ആരും പഠിപ്പിക്കാനില്ല. നമുക്ക് ലൈസൻസ് തരുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യമില്ലാത്ത ചോദ്യം ചോദിച്ചൊരു ടെസ്റ്റ് നടത്തുന്നല്ലാതെ എന്തെങ്കിലും കൃത്യമായ ഒരു ടെസ്റ്റിലാണോ കൊടുക്കുന്നത്? അല്ല. പൗരബോധം വളർത്തണമെങ്കിൽ അത് സ്കൂളിൽ പഠിപ്പിക്കണം, അതുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ പലപ്പോഴും നമ്മുടെ ഈ റാപ്പിഡ് ഫയർ എന്ന് പറയുന്ന എൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്, അതിൽ ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ ഹൈവേ വരുന്നുണ്ടല്ലോ, ഹൈവേയിൽ ഹൈവേ ട്രാഫിക് എങ്ങനെയാണ് അറിയാമോ? അപ്പം ചിലരൊക്കെ പറയാൻ അറിയാം. ഞാൻ ദുബായി പോയപ്പോഴത്തേക്കും ലെഫ്റ്റിൽ കൂടെ സ്ലോയിൽ പോകുന്ന വണ്ടി പോകണം, റൈറ്റിൽ കൂടെ ഫാസ്റ്റ് ട്രാക്കിൽ കൂടെ അല്ലാത്ത വണ്ടി പോകണം. ചിലർ പറയുന്നില്ല, അറിയില്ല. അപ്പം ഞാൻ ആരും പറഞ്ഞിട്ടില്ല. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അത്. ഇപ്പം തന്നെ ഞാൻ പല വീഡിയോസും കണ്ടു, നമ്മുടെ 6 ലൈൻ ഹൈവേയിലൊക്കെ ഓപ്പോസിറ്റ് ബസ് ഓട്ടോ കയറുന്നു. ഇതാണ് ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെയാണ് ഒരു ഹൈവേയിൽ പെരുമാറേണ്ടത്, ഫാസ്റ്റ് ട്രാക്കിലൂടെ എങ്ങനെ പോകണം, ഓവർടേക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പോകണം, ഇതൊന്നും ഒരു ധാരണയില്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ കാണിക്കുന്നുണ്ട്, MLA വണ്ടി റൈറ്റ് ട്രാക്കിൽ കൂടെ തന്നെ പോകുന്നു പാലക്കാട്. ഞാനത് മുഴുവൻ ഷൂട്ട് ചെയ്ത് നമ്മുടെ വീഡിയോ കാണിച്ചു. MLA വണ്ടിയാണ്. ഞാൻ ഹോൺ അടിച്ചൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി ആരും മൈൻഡ് ചെയ്യുന്നില്ല. അതാണ് MLA അവസ്ഥ. പിന്നെ ഇപ്പോൾ ആരെയാണ് കുറ്റം പറയുന്നത്?